ഡിയർ ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് നമുക്ക് 7ാം ക്ലാസ്സിലെ സോഷ്യൽ സയൻസിൻ്റെ 3ാമത്തെ ചാപ്റ്റർ പഠിക്കാം. 3ാമത്തെ ചാപ്റ്ററിൻ്റെ പേര് ഭരണഘടന വഴിയും വഴികാട്ടിയും. അപ്പോൾ ഭരണഘടനയെക്കുറിച്ചാണ് നമുക്ക് ഈ ചാപ്റ്ററിൽ നോക്കാനുള്ളത്. അപ്പോൾ നമ്മുടെ രാജ്യം ഏത് തരം ഭരണമാണ് പിന്തുടരുന്നത്? ജനാധിപത്യ ഭരണമാണ് പിന്തുടരുന്നത്. അങ്ങനെയുള്ള ജനാധിപത്യ രാജ്യത്തെ രാജ്യം ഭരിക്കപ്പെടേണ്ടതിൻ്റെ അടിസ്ഥാന ആശയങ്ങളും അതുപോലെയുള്ള അടിസ്ഥാന ലക്ഷ്യങ്ങളും ആശയങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയുള്ള ആ ലക്ഷ്യങ്ങളൊക്കെ എഴുതി വെച്ച് തയ്യാറാക്കിയിട്ടുള്ള ഒരു നിയമത്തിൻ്റെ ഒരു പുസ്തകമാണ്, നിയമപുസ്തകമാണ് ഭരണഘടന. അതായത് ഇപ്പോൾ നമ്മുടെ രാജ്യം ഭരിക്കപ്പെടുന്നത് ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണ്. ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള അടിസ്ഥാന ലക്ഷ്യങ്ങളും ആശയങ്ങളും പിന്തുടരുന്നുകൊണ്ട് അതിൻ്റേതായ രീതിയിലാണ് നിയമങ്ങൾ നിർമ്മിച്ചിട്ടാണ് നമ്മളെ ഭരിക്കുന്നത് ഭരണാധികാരികൾ. നിയമനിർമ്മാണ സഭകൾ നിർമ്മിക്കുന്നു. ആ നിയമം കാര്യനിർവഹണ വിഭാഗം, അതായത് നമ്മൾ ഉദ്യോഗസ്ഥർ വഴി നമുക്ക് ലഭിക്കുന്നു. അതുപോലെ അതിലെന്തെങ്കിലും ആ നിയമത്തിൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ നീതിക്കെതിരായിട്ടാണെങ്കിലും അല്ലെങ്കിൽ ഭരണഘടനയ്ക്കെതിരായിട്ടൊക്കെ ഉള്ളതാണെങ്കിൽ അത് നമുക്ക് എന്തുണ്ട്? കോടതികളും ഉണ്ട് അല്ലേ? നീതിന്യായ വിഭാഗമായി, അതായത് സ്വതന്ത്രവും നിഷ്പക്ഷവുമായി, അതായത് അവരിൽ നിന്നൊക്കെ സ്വതന്ത്രമായിട്ട് നിൽക്കുന്ന ഒരു നീതിന്യായ വ്യവസ്ഥയും നമുക്കിന്നുണ്ട്. അപ്പോൾ നമുക്ക് എന്താണ് ഭരണഘടന? ഈ ഭരണഘടനയുടെ സവിശേഷതകൾ എന്തൊക്കെയാണ്? എങ്ങനെയാണ് ഭരണഘടന ഉണ്ടായത്? എന്ന് മുതലാണ് ഭരണഘടന നിലവിൽ വന്നത് എന്നൊക്കെയാണ് ഈ ചാപ്റ്ററിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26-നാണ്. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നത് എന്നാണ്? 1947 ഓഗസ്റ്റ് 15-നാണ്. അപ്പോൾ ഫസ്റ്റ് തന്നെ 1931 ഗാന്ധിജി യങ് ഇന്ത്യയിൽ പ്രസിദ്ധീകരിച്ച ഒരു ഉദ്ധരണിയാണ്. നമുക്ക് വായിച്ചു നോക്കാം. എല്ലാ പ്രതിസന്ധികളിൽ നിന്നും രക്ഷാകർത്തത്തിൽ നിന്നും ഇന്ത്യയെ മോചിപ്പിക്കുന്ന ഒരു ഭരണഘടനയ്ക്കായി ഞാൻ പരിശ്രമിക്കും. ഏറ്റവും ദരിദ്രരായ മനുഷ്യർക്ക് രാജ്യത്തെ രൂപപ്പെടുത്തുന്നതിൽ കാര്യക്ഷമമായ ശബ്ദമുണ്ടാകുകയും രാജ്യം അവരുടേതാണെന്ന് അവർക്ക് തോന്നുകയും ചെയ്യണം. ഉച്ചനീചത്വങ്ങളില്ലാതെ എല്ലാ സമുദായക്കാരും തികഞ്ഞ സൗഹാർദ്ദത്തോടെ ജീവിക്കുന്ന ഇന്ത്യക്കായാണ് എൻ്റെ പരിശ്രമം. തൊട്ടുകൂടായ്മയുടെയും ലഹരി വസ്തുക്കളുടെയും ശാപമില്ലാത്ത ഇന്ത്യ. പുരുഷന്മാരുടെ അവകാശങ്ങൾ അതേപോലെ സ്ത്രീകൾക്കും അനുഭവിക്കാനാകാവുന്ന ഇന്ത്യ. അപ്പോൾ ഗാന്ധിജിയുടെ ഒരു സ്വപ്നമാണല്ലേ അത്? നമുക്കറിയാം. ഇവിടെ ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നുണ്ട്, സ്വാതന്ത്ര്യത്തിന് ശേഷമാണോ നമ്മൾ ഭരണഘടനയെക്കുറിച്ച് ചിന്തിച്ച് തുടങ്ങിയതെന്ന് ചോദിക്കുന്നുണ്ട്. അല്ല, സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ നമുക്ക് ഭരണഘടനയെക്കുറിച്ചുള്ള ഒരു ആശയങ്ങളൊക്കെ അവരുടെ മനസ്സിലുണ്ടായിരുന്നു. അതായത് ഗാന്ധിജിയുടെയും സ്വാതന്ത്ര്യ സമര സേനാനികളുടെയും മനസ്സിലുണ്ടായിരുന്നു. അതാണ് ഇപ്പോൾ നമ്മൾ വായിച്ച ഉദ്ധരണി നമുക്ക് മനസ്സിലായത്. 1931 അത് പ്രസിദ്ധീകരിച്ചത്. അന്ന് തന്നെ എന്തുണ്ടായിരുന്നു? ഗാന്ധിജിക്ക് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യയുടെ ഭരണഘടനയിൽ എന്തെല്ലാം ആശയങ്ങൾ ഉണ്ടാകണമെന്നാണ് മഹാത്മാഗാന്ധി ആഗ്രഹിച്ചത്? പരമാധികാരം, തുല്യത, സാഹോദര്യം, ലിംഗനീതി, മതസൗഹാർദ്ദം. നമുക്കറിയാം സ്വാതന്ത്ര്യത്തിന് മുമ്പ് എങ്ങനെയായിരുന്നു എന്നല്ലേ? ബ്രിട്ടീഷുകാരായിരുന്നു ഭരിച്ചിരുന്നത്. അതായത് ബ്രിട്ടീഷുകാർക്കെതിരെ ഒരുപാട് സമരങ്ങൾ നടന്നിട്ടുണ്ട്. അതായത് കർഷകരായിട്ടും ഗോത്രവർഗ്ഗക്കാരായിട്ടും സൈനികരൊക്കെ ആയിട്ട് ബ്രിട്ടീഷുകാർ ഒരുപാട് യുദ്ധങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ അവരെങ്ങനെ ചെറുത്ത് നിന്നത്? പ്രാദേശിക തലത്തിൽ സംഘടനകൾ രൂപീകരിച്ചിട്ടായിരുന്നു യുദ്ധം ചെയ്തത്. പിന്നീട് അങ്ങോട്ട് ഒരു ദേശീയ തലത്തിലൊരു സമരം എന്ന് പറയുന്നത് INC, അതായത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചതാണ്. എന്നാൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിച്ചത് 1885-ലാണ്. പിന്നീട് അങ്ങോട്ട് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ആയിരുന്നു സമരങ്ങൾക്ക് നേതൃത്വം നൽകിയത്. അതിനുശേഷം 1915-ലാണ് ഗാന്ധിജി വരുന്നത്. ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് പിന്നീട് അങ്ങോട്ട് സമരങ്ങൾ നടത്തി. ഇവരൊക്കെ എന്തിനാണ് സമരം ചെയ്തത്? ബ്രിട്ടീഷുകാർ ഇന്ത്യ വിട്ടു പോവുക അല്ലെങ്കിൽ അവരുടെ വിദേശ ഭരണം അവസാനിപ്പിക്കുക എന്നതിലുപരി അവർക്ക് എന്ത് ചെയ്യണം? നല്ലൊരു ഇന്ത്യ, ഇത്രയും പറഞ്ഞ ഈ ആശയങ്ങളുണ്ടല്ലോ, സമത്വം, സാഹോദര്യം, നീതി, ഇതൊക്കെ പിന്തുടരുന്ന ഒരു രാജ്യത്തെയാണ് അവർക്ക് വാർത്തെടുക്കാൻ വേണ്ടിയാണ് അവർ ഇത്തരം സമരങ്ങൾ ചെയ്തത്. അപ്പോൾ ഈ സമരക്കാരൊക്കെ എന്താണ് സ്വാതന്ത്ര്യ സമര സേനാനികൾ മുന്നോട്ട് വെച്ച ആശയങ്ങൾ എന്തൊക്കെയാണെന്ന് ഇവിടെ ചോദിക്കുന്നുണ്ട്. മതസൗഹാർദ്ദം, സാഹോദര്യം, ജനാധിപത്യം, ക്ഷേമരാഷ്ട്രം, നീതി, മതനിരപേക്ഷത, തുല്യത, ഇത്തരം കാര്യങ്ങളാണ്. അതേപോലെ വ്യക്തി സ്വാതന്ത്ര്യത്തിന് പ്രാധാന്യം നൽകണം, പൗരാവകാശങ്ങൾ ഉറപ്പാക്കണം, എല്ലാ മതങ്ങൾക്കും തുല്യ പ്രാധാന്യം നൽകണം, സാമൂഹ്യ നീതി ഉറപ്പുവരുത്തണം, ജനാധിപത്യ ഭരണം ശക്തിപ്പെടുത്തണം, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് അവർ മുന്നോട്ട് വെച്ചത്. അപ്പോൾ നമുക്കറിയാം, നമ്മൾ പറഞ്ഞു ഇപ്പോൾ നമ്മളെ ഭരിക്കുന്നത് ഭരണഘടന അനുസരിച്ചിട്ടാണെന്ന് പറഞ്ഞു. അപ്പോൾ ഭരണഘടന നിലവിൽ വന്നത് എന്നാണ്? 1950 ജനുവരി 26-നാണ് ഭരണഘടന നിലവിൽ വന്നത്. അപ്പോൾ അതിനു മുമ്പ് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് ഭരിച്ചിരുന്നത്? എന്ത് നോക്കിയിട്ടായിരുന്നു? നമുക്കറിയാം ഭരണഘടന തയ്യാറാക്കിയത് 1950 ആണല്ലോ. അതിന് മുമ്പ് ഉണ്ടായിരുന്നല്ലോ ഭരണം. അന്ന് എന്തായിരുന്നു? ബ്രിട്ടീഷുകാരായിരുന്നു ഭരിച്ചത്. സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പ് ബ്രിട്ടീഷുകാർ അവർ നമുക്ക് വേണ്ടി ഓരോ നിയമങ്ങൾ പാസ്സാക്കുമായിരുന്നു.
അതാണ് ഭരണഘടനയുടെ മുൻഗാമി എന്നറിയപ്പെടുന്നത്. അതായത് 1935 ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ആക്ട് ആയിരുന്നു അവസാനമായി ബ്രിട്ടീഷുകാർ നമുക്ക് വേണ്ടി പാസ്സാക്കിയ നിയമം. അവസാനമായി എന്നല്ല, അതായിരുന്നു അവർ ഭരിച്ചിരുന്നത്, അതിൻ്റെ അടിസ്ഥാനത്തിലായിരുന്നു ഭരണം നടത്തിയിരുന്നത്. അതിൻ്റെ സവിശേഷതകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. 321 വിഭാഗങ്ങളുണ്ടായിരുന്നു, അതിൽ 10 പട്ടിക ഉണ്ടായിരുന്നു. അതുപോലെ അന്ന് കേന്ദ്രവും അതുപോലെ അന്ന് സംസ്ഥാനങ്ങളായിട്ടില്ല അല്ലേ, ഓരോ പ്രവിശ്യകളായിട്ടാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ ഒരുപാട് പ്രവിശ്യകൾ ഉണ്ടായിരുന്നു. എന്നിട്ട് പ്രവിശ്യകൾക്കായിട്ടും കേന്ദ്രത്തിനായിട്ടും ഭരണം വിഭജിച്ച് നൽകിയിട്ടുണ്ടായിരുന്നു. 6 പ്രവിശ്യകളിലായിട്ട് ദ്വിമണ്ഡല സഭകൾ ഉണ്ടായിരുന്നു. അതുപോലെ കേന്ദ്രത്തിലൊരു ദ്വിമണ്ഡല സഭ ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ സ്ത്രീകൾക്കും ദുർബല വിഭാഗങ്ങൾക്കും പ്രത്യേക മണ്ഡലങ്ങൾ ഉണ്ടായിരുന്നു. അപ്പോൾ ഇന്നത്തെ ഭരണഘടന പിന്നെ എങ്ങനെയാണ് ഭരണഘടനാ നിർമ്മാണത്തിലേക്ക് എന്താണ് വഴിവെച്ചത്, എങ്ങനെയാണ് ഭരണഘടന നിർമ്മാണ രൂപീകരണം, അതായത് ഭരണഘടന എങ്ങനെ നിർമ്മിച്ചത്? ആദ്യം അവരെന്താ ചെയ്തത്? ഭരണഘടന നിർമ്മാണ സഭ രൂപീകരിച്ചു. അതിൻ്റെ ആദ്യ സമ്മേളനം 1946 ഡിസംബർ 9 നടന്നു. അതിൻ്റെ ചെയർമാനായിട്ട് രാജേന്ദ്ര പ്രസാദിനെ തിരഞ്ഞെടുത്തു. ആരാണ് രാജേന്ദ്ര പ്രസാദ്? നമുക്കറിയാം, നമ്മുടെ പ്രഥമ രാഷ്ട്രപതി ആയിരുന്നില്ലേ അദ്ദേഹം. എന്തായിരുന്നു അതിനു മുമ്പ് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ചെയർമാനായിരുന്നു. അങ്ങനെ അവരെന്ത് ചെയ്തു? 2 വർഷവും 11 മാസവും 17 ദിവസവും എടുത്തിട്ട് ഭരണഘടന പൂർത്തിയാക്കി. ഭരണഘടനാ നിർമ്മാണ സഭ ഭരണഘടനയെ അംഗീകരിച്ചു എന്ന് 1949 നവംബർ 26 അങ്ങനെ നിലവിൽ വന്നു. എന്ന് 1950 ജനുവരി 26 ഇന്ത്യ റിപ്പബ്ലിക്കായി ഭരണഘടന നിലവിൽ വന്നു. നമുക്കറിയാം ഭരണഘടനയുടെ ശില്പി എന്നറിയപ്പെടുന്നത് ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. കാരണം എന്താണ്? അദ്ദേഹം ആയിരുന്നു ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ ചെയർമാൻ. അതായത് ഈ ഭരണഘടന തയ്യാറാക്കുന്നതിന് മുമ്പ് ആദ്യം അതിൻ്റെ ഒരു ഡ്രാഫ്റ്റ് അവർ തയ്യാറാക്കിയിരുന്നു. ആ ഡ്രാഫ്റ്റ് തയ്യാറാക്കുന്നതിന് വേണ്ടിയുള്ള ഒരു കമ്മിറ്റി ഉണ്ടായിരുന്നു. ഒരുപാട് കമ്മിറ്റികളുണ്ട്. അതിൽ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റീൻ്റെ ചെയർമാനായിരുന്നു BR അംബേദ്കർ. അതുകൊണ്ട് തന്നെ നമുക്ക് ഭരണഘടനയുടെ മുഖ്യ ശില്പി ആരെന്ന് പറയാം? ഡോക്ടർ BR അംബേദ്കർ ആണെന്ന് പറയാം. ഇനി സവിശേഷതകൾ ഒട്ടേറെ എന്ന് പറയാം. അതായത് നമ്മുടെ ഭരണഘടനയ്ക്ക് ഒരുപാട് സവിശേഷതകളുണ്ട്. നമുക്കറിയാം ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ എഴുതപ്പെട്ട ഭരണഘടനയുള്ള രാജ്യമാണ് നമ്മുടെ ഇന്ത്യ. 1950 ജനുവരി 26 ഭരണഘടന നിലവിൽ വന്നതെന്ന് പറഞ്ഞു. അന്ന് ഭരണഘടന നിലവിൽ വരുമ്പോൾ എത്ര ഭാഗങ്ങളുണ്ടായിരുന്നു? 22 ഭാഗങ്ങളും 395 അനുച്ഛേദങ്ങളും 8 പട്ടികകളും ഉണ്ടായിരുന്നു. ഇനി എന്തൊക്കെയാണ് സവിശേഷതകൾ? പാർലമെൻ്ററി ജനാധിപത്യ ഭരണം. എന്താണ് പാർലമെൻറ്റ് എന്ന് പറഞ്ഞാൽ? നമ്മുടെ രാജ്യത്തെ ഭരണാധികാരികളെ നിയന്ത്രിക്കാൻ എന്തുണ്ട്? നമുക്ക് പാർലമെൻ്റ് ഉണ്ട്, അതായത് നിയമനിർമ്മാണ സഭകളുണ്ട് നമുക്ക്. അതുപോലെ ജനങ്ങളുടെ പരമാധികാരം. നമുക്കറിയാം ജനങ്ങൾക്കാണല്ലേ അധികാരം. ജനപ്രതിനിധികളെ നമ്മൾ തിരഞ്ഞെടുത്തിട്ട് അവരാണ് ഭരിക്കുന്നത് നമുക്കറിയാം. പിന്നെ മൗലിക അവകാശങ്ങളുണ്ട്. അതായത് ഇപ്പോൾ ഭരണഘടന നമുക്ക് അടിസ്ഥാനമായിട്ട് കിട്ടേണ്ട അവകാശങ്ങൾ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് രാജ്യത്തോട് എന്തുണ്ട്? മൗലിക കടമകളുണ്ട്. അതുപോലെ മാർഗ്ഗനിർദ്ദേശക തത്വങ്ങൾ. എന്താ മാർഗ്ഗനിർദ്ദേശക തത്വങ്ങൾ? നമ്മുടെ രാജ്യത്തെ ഒരു ക്ഷേമ രാഷ്ട്രമാക്കി മാറ്റാൻ നമുക്ക് ഭരണഘടനയിൽ പറഞ്ഞിട്ടുള്ള നിർദ്ദേശങ്ങളാണ്. ഇങ്ങനെയൊക്കെ ആയാലും നമ്മുടെ രാജ്യം ഇങ്ങനെ ആവും, ഇത് നടപ്പിലാക്കിയാൽ നമ്മുടെ എന്തായി മാറും? രാജ്യം ക്ഷേമ രാഷ്ട്രമായി മാറും എന്നാണ് പറയുന്നത്. അതുപോലെ നിയമവാഴ്ച. അതായത് എല്ലാവരും നിയമത്തിന് വിധേയരാണ്, ആരും എന്തല്ല നിയമത്തിന് അതീതരല്ല. അതുപോലെ സാർവത്രിക പ്രായപൂർത്തി വോട്ടവകാശം. 18 വയസ്സായ ആർക്കും എന്തുണ്ട്? വോട്ട് ചെയ്യാനുള്ള അവകാശമുണ്ട്. അതുപോലെ സ്വതന്ത്രവും നിഷ്പക്ഷവുമായ നീതിന്യായ വ്യവസ്ഥ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കറിയാം ഗവൺമെൻറ്റിന് 3 ഘടകങ്ങളുണ്ട്. നിയമനിർമ്മാണ വിഭാഗം, കാര്യനിർവഹണ വിഭാഗം, കോടതികൾ. അതായത് കോടതികൾ എന്താണ്? ഇവരിൽ നിന്ന് വ്യത്യസ്തമാണ്. ഇവർ നിർമ്മിക്കുന്ന നിയമങ്ങൾ നടപ്പിലാക്കുന്നത് കാര്യനിർവഹണ വിഭാഗമാണ്. അതിലെന്തെങ്കിലും അപാകതകളും ഇതൊക്കെ ഉണ്ടെങ്കിൽ അതിൽ നിന്നൊക്കെ ഇതാക്കി നീതിയുടെ കൂടെ നിൽക്കുന്ന ആ ഒരു ഇതാണ് കോടതികളെ, ജുഡീഷ്യറി എന്ന് പറയുന്നത്. ഫെഡറലിസം. നമുക്കറിയാം നമ്മുടെ കേന്ദ്രത്തിൽ ഭരണം ഉണ്ടെങ്കിൽ പോലും സംസ്ഥാനത്തിൽ നമുക്ക് എന്തുണ്ട്? ഭരണം വിഭജിച്ചിട്ടുണ്ട്. സംസ്ഥാന ഭരണ സംവിധാനവും ഉണ്ട്. അതുപോലെ ഏക പൗരത്വം. രാജ്യത്ത് ആകെ എന്തുള്ളൂ? ഒരൊറ്റ പൗരത്വമേ ഉള്ളൂ. സംസ്ഥാനങ്ങൾക്കായി മറ്റ് പൗരത്വമൊന്നുമില്ല. ഒരാൾക്ക് ഏക പൗരത്വം ഉണ്ടാവുള്ളൂ. ഇനി ഇവിടെ കുറച്ച് സ്റ്റേറ്റ്മെൻറ്റ് കൊടുത്തിട്ടുണ്ട്. അത് ശരിയാണോ തെറ്റാണോ എന്ന് പറഞ്ഞുതരാം. സർക്കാരുകളുടെ കീഴിലാണ് നമ്മുടെ കോടതികൾ പ്രവർത്തിക്കുന്നത്. നമുക്കറിയാം അത് തെറ്റാണ്. സർക്കാരുകളുടെ കീഴിലല്ല, അവരെന്താണ്? സ്വതന്ത്രമായിട്ടാണ് നിലനിൽക്കുന്നത്, നിഷ്പക്ഷമായിട്ടാണ് നിലനിൽക്കുന്നത്. സംസ്ഥാന സർക്കാരുകൾക്ക് മാത്രമായി ചില അധികാരങ്ങളുണ്ട്. അത് ശരിയാണ്, അധികാരങ്ങളുണ്ട്. അതുപോലെ 18 വയസ്സ് തികഞ്ഞ എല്ലാവർക്കും വോട്ടവകാശമുണ്ട്. ശരിയാണ്. ആരും നിയമത്തിന് അതീതരല്ല. ശരിയാണ്. ഇന്ത്യയിലുള്ള ഒരാൾക്ക് ദേശീയ പൗരത്വത്തിന് പുറമെ സംസ്ഥാന പൗരത്വം കൂടി ഉണ്ടാകും. അത് തെറ്റാണ്. ആകെ ഒരു പൗരത്വമേ ഉള്ളൂ. ജനാധിപത്യത്തിൽ ജനങ്ങളാണ് പരമാധികാരികൾ. ശരിയാണ്. അവകാശങ്ങൾ ഉള്ളതുപോലെ നമുക്ക് കടമകളും ഉണ്ട്. അത് ശരിയാണ്. നമ്മുടെ ഭരണാധികാരികൾക്ക് മേൽ ആർക്കും നിയന്ത്രണമില്ല എന്നാണ് പറയേണ്ടത്. തെറ്റാണ്. നിയന്ത്രണം ഉണ്ട്. നമ്മുടെ ഭരണാധികാരികളെ നിയമനിർമ്മാണ സഭകളാണ് നിയന്ത്രിക്കുന്നതെന്ന് നമ്മൾ പറഞ്ഞു. ഇനി നിയമങ്ങളുടെ ഉറവിടം എന്ന് പറഞ്ഞിട്ട് നമുക്കറിയാം ഈ നിയമങ്ങൾ ഭരണഘടനയുടെ അടിസ്ഥാനത്തിലാണ് നിയമം ഉണ്ടാക്കുന്നത് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. അങ്ങനെ ഉണ്ടാക്കിയിട്ടുള്ള പാർലമെൻറ്റ് പാസ്സാക്കിയിട്ടുള്ള ഒരുപാട് നിയമങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് വായിച്ച് നോക്കിയിട്ട് ഇതിൽ നമ്മൾ കുട്ടികളുമായിട്ട് നിങ്ങളുമായി ബന്ധപ്പെട്ട അവകാശങ്ങൾ ഏതൊക്കെയാണ് നമുക്ക് നോക്കാം.
അപ്പോൾ അത് വായിച്ച് നോക്കുമ്പോൾ തന്നെ വനം വന്യജീവി, അത് നമുക്കറിയാം, വനം വന്യജീവി, ഇപ്പോൾ ദേശീയ സുരക്ഷാ നിയമം, അതുപോട്ടെ ദുരന്ത നിവാരണ നിയമം, അങ്ങനെ നോക്കുമ്പോൾ ബാലവേല നിരോധന നിയമം എന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ളതാണല്ലേ, ബാലവേല നിരോധന നിയമം. പിന്നെ ഇവിടെ വായിച്ച് നോക്കിയാൽ അറിയാം ബാലനീതി നിയമം, അതുപോലെ വിദ്യാഭ്യാസ അവകാശ നിയമം, ഇതൊക്കെ എന്താണ് കുട്ടികൾക്ക് വേണ്ടി പാർലമെൻറ്റ് പാസ്സാക്കിയിട്ടുള്ള നിയമങ്ങളാണ്. അങ്ങനെ ഒരുപാട് നിയമങ്ങൾ പാസ്സാക്കിയിട്ടുണ്ട്. അതുപോലെ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു നിയമമാണ് ഇനി നമ്മൾ പഠിക്കാൻ പോകുന്നത്. നമുക്കറിയാം നമ്മളെ പോക്സോ ആക്ട് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പോക്സോ ആക്ട് എന്ന് പറഞ്ഞാൽ പ്രൊട്ടക്ഷൻ ഓഫ് ചിൽഡ്രൻ ഫ്രം സെക്ഷൽ ഒഫൻസസ് ആക്ട് 2012. 2012 പാർലമെൻറ്റ് പാസ്സാക്കിയൊരു നിയമമാണ്. കുട്ടികൾക്ക് നേരെ നടക്കുന്ന ലൈംഗിക അതിക്രമങ്ങൾ തടയാനും കുറ്റവാളികൾക്ക് തക്കതായ ശിക്ഷ നൽകാനുള്ള ഒരു നിയമം. അങ്ങനെയാണെന്ന് പറഞ്ഞാൽ നമ്മളെ കുട്ടികൾക്കെതിരെ എന്തെങ്കിലും വല്ല അസ്വസ്ഥത, ആരിൽ നിന്നെങ്കിലും വല്ല അസ്വസ്ഥതയോ അതുപോലെ എന്തെങ്കിലും നോട്ടം കൊണ്ടോ പ്രവൃത്തി കൊണ്ടോ എന്തെങ്കിലും ഒരു സെക്ഷുവലി എന്തെങ്കിലും ഒരു ഇതുണ്ടായി കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാനുള്ള അവകാശമുണ്ട്, നമുക്കതിനെതിരെ ഈ പോക്സോ ആക്ട് പ്രകാരം അതിനെതിരെ കേസ് കൊടുക്കാനും നമുക്ക് അതിനനുസരിച്ചിട്ട് നീതി കിട്ടുകയും ചെയ്യും. ഈ പോക്സോ ആക്റ്റുമായി ബന്ധപ്പെട്ട കേസുകൾ കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥർ ചൈൽഡ് വെൽഫെയർ പോലീസ് ഓഫീസർ എന്നാണ് അറിയപ്പെടുന്നത് എന്നാണ് ഇവിടെ പറയുന്നത്. അപ്പോൾ ഈ പോക്സോ ആക്ടിനെ കുറിച്ച് നിങ്ങൾക്കൊരു ധാരണ ഉണ്ടായിരിക്കണം. നമ്മുടെ കുട്ടികൾക്ക് നേരെ എന്ത് അതിക്രമങ്ങൾ വന്നിട്ടുണ്ടെങ്കിലും നമുക്കൊരു നിയമം പാർലമെൻറ്റ് പാസ്സാക്കിയിട്ടുണ്ട്. അത് പ്രകാരം നമുക്ക് എന്ത് ചെയ്യാം, കേസ് ഫയൽ ചെയ്ത് നമുക്കതിനുള്ള നീതി നമുക്ക് കോടതിയിൽ നിന്ന് കിട്ടും എന്നുള്ള ഒരിതാണ് ഈ ഇതിൽ പറയുന്നത്, പോക്സോ ആക്റ്റിൽ പറയുന്നത്. ഇനി നമുക്ക് അടുത്തത് നോക്കാനുള്ളത് അടുത്ത പേജിൽ നമുക്ക് നോക്കാം. ഇനി എന്ത് നിയമത്തിനെ പറ്റിയാണ് പറയുന്നത്, എന്താണ് പറയുന്നത്. നമ്മൾ പറഞ്ഞത് ഭരണഘടനയുടെ സവിശേഷതകൾ നമ്മൾ പറഞ്ഞു. ഇനി ഭരണഘടനയുടെ ധർമ്മങ്ങൾ എന്താണ്? ഒരു നിയമത്തിൻ്റെ ഒരു ഉറവിടം അല്ലെങ്കിൽ നിയമത്തിൻ്റെ വ്യവസ്ഥാ സ്രോതസ് എന്നതിന് പുറമേ ആയിട്ട് കുറച്ചുകൂടി ധർമ്മങ്ങൾ ഭരണഘടനയ്ക്കുണ്ട്. അതായത് പൗരരുടെ അവകാശങ്ങളും കടമകളും സ്ഥാപിക്കുന്നത് ഭരണഘടനയാണ്. അതുപോലെ രാജ്യത്തെ എല്ലാ ഭരണ സംവിധാനങ്ങളും ഭരണഘടനയ്ക്ക് വിധേയമാണ് പ്രവർത്തിക്കുന്നതെന്ന് ഉറപ്പുവരുത്തണം. അതുപോലെ നമുക്കറിയാം നാനാത്വത്തിൽ ഏകത്വം, അതായത് നമ്മുടെ രാജ്യം എന്ന് പറയുന്നത് നാനാ വിഭാഗം, അത് നാനാ മതസ്ഥരും അതുപോലെ വേഷവിധാനം ഉള്ളവരൊക്കെയാണ്. അങ്ങനെയുള്ള ഒരു രാജ്യത്തെ ഒരു ഏകത്വം അല്ലെങ്കിൽ നാനാത്വത്തിൽ ഏകത്വം, അതായത് ഒരു യൂണിറ്റ് കൊണ്ടുവരുന്നത് ആ ഭരണഘടന. ഗവൺമെൻറ്റിൻ്റെ അധികാരങ്ങളും പരിമിതികളും വ്യക്തമാക്കുന്നു. രാജ്യത്തിന് ദിശാബോധം നൽകുന്ന ഒരു അടിസ്ഥാന രേഖയായി നിലകൊള്ളുന്നു. രാജ്യത്തിൻ്റെ അടിസ്ഥാന മൂല്യങ്ങളും ആദർശങ്ങളും നിർവചിക്കുന്നതും എന്ത് തന്നെയാണ്, ഭരണഘടനയാണ് നമ്മൾ പറഞ്ഞു. അതുപോലെ സ്വേച്ഛാധിപത്യത്തിൻ്റെ അധികാര ദുർവിനിയോഗത്തിനെതിരെ സംരക്ഷണ കവചമായി പ്രവർത്തിക്കുന്നതും ഭരണഘടനയാണ്. അപ്പോൾ ഇത്തരം സവിശേഷതകളൊക്കെ നമ്മുടെ ഭരണഘടനയ്ക്ക് ഉണ്ടെന്നും ധർമ്മങ്ങളും ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കി വെക്കാം. ഇനി ഇവിടെ നിങ്ങൾക്ക് ചെയ്യാനുള്ളൊരു പ്രവർത്തനമാണ് കൊടുത്തിട്ടുള്ളത്. നമ്മളിപ്പോൾ പറഞ്ഞു ഭരണഘടന എന്താണ്, നിയമത്തിൻ്റെ ഉറവിടമാണ്, അതുപോലെ നിയമത്തിൻ്റെ സ്രോതസ്സാണ്, അതുപോലെ നമ്മളെ പൗരാവകാശത്തിൻ്റെ കാവലാണ്. നമുക്ക് കുറേ അവകാശങ്ങളൊക്കെ ഭരണഘടന നൽകുന്നുണ്ടല്ലേ, നമുക്ക് അടിസ്ഥാനമായി കിട്ടിയിരിക്കേണ്ട ഒരാൾക്ക് ജീവിക്കാൻ ഏറ്റവും വേണ്ട, അതായത് വ്യക്തി സ്വാതന്ത്ര്യം, ഒരാൾക്ക് സ്വാതന്ത്ര്യം ഇല്ലാതെ നമുക്ക് ജീവിക്കാൻ പറ്റില്ലല്ലേ. അപ്പോൾ അതൊക്കെ നൽകുന്നത് ഭരണഘടനയാണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ഇവിടെ കുറച്ച് പ്ലക്കാർഡ് പോലെ നിങ്ങൾ എന്ത് ചെയ്യണം, എഴുതി കൊടുക്കണം. അപ്പോൾ അതിനൊരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഒന്ന് ഭരണഘടന പൗരാവകാശത്തിൻ്റെ കാവലാൾ, അതുപോലെ ഭരണഘടന നിയമത്തിൻ്റെ ഉറവിടം, അല്ലെങ്കിൽ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഇഷ്ടപ്പെട്ട പ്ലക്കാർഡ്സുകൾ നിങ്ങൾ എഴുതാനാണ് പറയുന്നത്. ഇനി നമ്മൾക്ക് അടുത്ത കാര്യം എന്താ പറയുന്നതെന്ന് ചോദിച്ചാൽ മാറ്റിയും തിരുത്തിയും മുന്നോട്ട്. എന്താ അത് പറയുന്നത്? നമുക്കറിയാം നമ്മളെ ഭരണഘടന നിലവിൽ വന്നത് 1950 ജനുവരി 26 പറഞ്ഞു. അപ്പോൾ ആ 1950 സാഹചര്യമല്ല ഇന്ന് നമ്മൾ 2024 എത്തി നിൽക്കുന്നത്. അപ്പോൾ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും എല്ലാ കാര്യത്തിലും. അപ്പോൾ അന്ന് ഉണ്ടാക്കി വെച്ചിട്ടുള്ള നിയമങ്ങളിൽ എന്തെങ്കിലുമൊക്കെ ഭേദഗതികൾ, അതായത് മാറ്റങ്ങൾ വരുത്താനുണ്ടാവും. അപ്പോൾ അതെന്ത് ചെയ്യും, അങ്ങനെയുള്ള മാറ്റങ്ങൾ നമുക്ക് ഭരണഘടനയിൽ വരുത്താൻ പറ്റും. പാർലമെൻറ്റിന് അതിനുള്ള അധികാരമുണ്ട്. പക്ഷേ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മുടെ ഭരണഘടനയിൽ കുറച്ച് അടിസ്ഥാന ആശയങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ സമത്വം, തുല്യത, സൗഹാർദ്ദം എന്നൊക്കെ പറഞ്ഞിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. അതിനൊന്നും കോട്ടം തട്ടാത്ത രീതിയിലുള്ള ഭേദഗതികൾ എന്ത് ചെയ്യാം, നമുക്ക് ഭരണഘടനയിൽ വരുത്താമെന്ന് ഭരണഘടനയിൽ തന്നെ പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 368 പ്രകാരം പറയുന്നുണ്ട് ഇങ്ങനെയൊക്കെ ചെയ്യാമെന്ന്, ഭരണഘടനയിൽ ഭേദഗതികൾ വരുത്താമെന്ന്. അങ്ങനെ ഒരുപാട് ഭേദഗതികൾ വരുത്തിയിട്ടുണ്ട്. ആദ്യം 1951 ആദ്യമായിട്ട് ഇവിടെ ചോദിക്കുന്നുണ്ട് 1976 ഏതെല്ലാം ആശയങ്ങളാണ് ഭരണഘടനയിൽ കൂട്ടിച്ചേർത്ത് എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം നമുക്കറിയാം പരമാധികാര ജനാധിപത്യ മതനിരപേക്ഷ സ്ഥിതി സമത്വ രാജ്യമാണെന്നൊക്കെ, റിപ്പബ്ലിക് ജനാധിപത്യ രാജ്യമാണെന്നൊക്കെ ഉള്ളിൽ മതേതരത്വം എന്നുള്ള വാക്ക്, സെക്യുലാർ എന്നുള്ള വാക്ക് പിന്നീട് 1976 കൂട്ടിച്ചേർത്താണ്. അതുപോലെ ഇന്ത്യയുടെ ഭരണഘടന നിലവിൽ വന്ന വർഷം എന്നാണ് 1951. ഭരണഘടനയിൽ ആദ്യമായി മാറ്റം വരുത്തിയത്
1951 സോറി, ഭരണഘടന നിലവിൽ വന്നത് 50-ൽ, ആദ്യമായി മാറ്റം വരുത്തിയത് 51-ലാണ്. 8 പട്ടികയായിരുന്നു എന്ന് പറഞ്ഞല്ലോ, അതിൽ 9ാമത്തെ പട്ടിക കൂട്ടിച്ചേർത്തത് 1ാമത്തെ ഭരണഘടനാ ഭേദഗതി വഴിയാണ്. അതുപോലെ നമുക്ക് മൗലികാവകാശം എന്ന് പറയുന്ന മൗലികാവകാശങ്ങളിൽ ആദ്യം സ്വത്തവകാശം ഉണ്ടായിരുന്നു, അത് പിന്നീട് എടുത്തു കളഞ്ഞു 44ാം ഭേദഗതി പ്രകാരം 1978-ൽ. അതുപോലെ തന്നെ നമുക്ക് വിദ്യാഭ്യാസം ആദ്യം മൗലികാവകാശം ആയിരുന്നില്ല, പിന്നീട് 2002-ൽ നമ്മുടെ APJ അബ്ദുൽ കലാം രാഷ്ട്രപതിയായ കാലത്താണ് നമുക്ക് ഇത് കിട്ടിയത്, വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി മാറ്റിയത്. അതുപോലെ എത്ര ഭേദഗതികൾ ചെയ്തിട്ടുണ്ട് നമുക്കറിയാം, 106 ഒരു ഭേദഗതി നമുക്ക് സ്ത്രീ സംവരണവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ അടുത്തുണ്ടായ ഒരു ഭേദഗതിയാണ്. അങ്ങനെ ഒരുപാട് തവണ 106 തവണ ഭേദഗതി ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് എത്ര മനസ്സിലാക്കി വെക്കുക. ഇനി നമ്മൾ ഈ ഒരുപാട് നിയമങ്ങൾ ഉണ്ടാക്കിയെന്ന് പറഞ്ഞു. ഇപ്പോൾ ഇവിടെ കുറച്ച് ഇത് കൊടുത്തിട്ടുണ്ട്, പത്ര കട്ടിങ്സ്. രാജ്യത്ത് ഇനിയും യാഥാർത്ഥ്യമാകാതെ ഭൂപരിഷ്കരണം, സ്ത്രീധന നിരോധന നിയമം കടലാസിൽ തന്നെ, മദ്യവിപത്ത് നിയമം കൊണ്ട് മാത്രം തടയാനാവില്ല, ബാലാവകാശ നിയമങ്ങൾ കർശനമാണെന്ന് ആവശ്യം. ഇങ്ങനെയൊക്കെ നിയമങ്ങൾ നടപ്പിലാക്കിയിട്ട് ഇപ്പോഴും നമ്മുടെ രാജ്യത്ത് എന്താണ് ആ നീതി ഉണ്ട് അല്ലേ? ഇപ്പോഴും നിയമങ്ങളൊന്നും സ്ത്രീധനം എപ്പോഴും വാങ്ങുന്നവരും കൊടുക്കുന്നവരൊക്കെ ഉണ്ട്. ഇതൊക്കെ എന്താണ് എന്താണ് ഈ നിയമം നടപ്പിലാക്കുമ്പോൾ ഉണ്ടാകേണ്ട ഒരു വെല്ലുവിളികളാണ്. അപ്പോൾ എന്തൊക്കെയാണ് ഇതിൻ്റെ കാരണങ്ങൾ എന്ന് ചോദിച്ചാൽ, ജനങ്ങൾക്ക് വ്യത്യസ്തമായ താല്പര്യങ്ങളാണ്. അപ്പോൾ അതുപോലെ ജനഹിതം പൂർണ്ണമായും ഉൾക്കൊള്ളാത്ത നിയമങ്ങളാണ് നിർമ്മിക്കുന്നത്. അതുപോലെ നിയമത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ് ഒന്നാം. ജനങ്ങൾക്ക് ഇത്തരം നിയമങ്ങളുണ്ട്, എങ്ങനെയാണ് നമുക്കതിനുള്ള അവകാശം ഉണ്ട് എന്നൊന്നും അറിയാത്ത ഒരു പ്രശ്നമാണ്. എന്നിരുന്നാൽ പോലും നമുക്ക് എന്ത് ചെയ്യാണ്, നമ്മുടെ ജനാധിപത്യ രാജ്യം, അതായത് ജനാധിപത്യമായ രാജ്യത്ത്, ജനാധിപത്യ ഭരണം ഉൾക്കൊള്ളുന്ന രാജ്യത്ത് ഇങ്ങനെയുള്ള വ്യത്യസ്ത താല്പര്യമുള്ള സമൂഹമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ജനങ്ങളുടെ പൂർണ്ണമായും ജനങ്ങൾക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല നിയമങ്ങളെ. അപ്പോൾ ഈ ചാപ്റ്ററിൽ ഇത്രയും കാര്യങ്ങളെ പറയുന്നുള്ളൂ. നമുക്കിനി ബാക്കി നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഈ ചാപ്റ്ററിൽ ഇത്രയും കാര്യങ്ങളുള്ളത് കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. Bye.